നിക്ഷേപത്തെക്കാൾ ഉയർന്ന പലിശ തരുന്ന ഒപ്പം നിങ്ങളുടെ പണത്തിന് 100% കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടിയുള്ള ഒരു നിക്ഷേപ മാർഗമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? അതെ, നമ്മൾ ഭൂരിഭാഗം സാധാരണക്കാർക്കും അറിയില്ലാത്തൊരു കാര്യമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബോണ്ടുകൾ. മുൻപൊക്കെ വലിയ വൻകിട കമ്പനികൾക്കും ബാങ്കുകൾക്കും മാത്രം നിക്ഷേപിക്കാൻ സാധിച്ചിരുന്ന ഈ ഗവൺമെന്റ് ബോണ്ടുകൾ എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാർക്കും നേരിട്ട് വാങ്ങാം. അതിനായി RBI ഒരുക്കിയിട്ടുള്ള ഔദ്യോഗിക പ്ലാറ്റ്ഫോമാണ് RBI റീറ്റെയിൽ ഡയറക്ട്. ഇന്നത്തെ വീഡിയോയിൽ ഒരു സാധാരണക്കാരന് എങ്ങനെ ഈ പോർട്ടൽ വഴി സുരക്ഷിതമായി ബോണ്ടുകളിൽ നിക്ഷേപിക്കാമെന്നും ഇതിലൂടെ എങ്ങനെ മികച്ച പലിശ നേടാമെന്നും വളരെ ലളിതമായി മനസ്സിലാക്കാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ ബാങ്ക് FDകളിൽ നിങ്ങളുടെ നിക്ഷേപത്തിന് പരമാവധി 5 ലക്ഷം രൂപ വരെ മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കൂ. എന്നാൽ സർക്കാർ ബോണ്ടുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള ഗ്യാരണ്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പണം നഷ്ടപ്പെടാനുള്ള സാധ്യത 0ആണ്. ഇപ്പോൾ വിപണിയിലെ ഏറ്റവും ആകർഷകമായ ഒരു നിക്ഷേപമാണ് RBI ഫ്ലോട്ടിംഗ് റേറ്റ് സേവിങ്സ് ബോണ്ട്. നിലവിൽ ഇതിന്റെ പലിശ നിരക്ക് 8.05%. പ്രമുഖ പൊതുമേഖലാ ബാങ്കുകളായ SBIയോ PNBയോ ഒക്കെ 5 വർഷത്തെ FDക്ക് വെറും 6 മുതൽ 6.35% വരെ പലിശ നൽകുമ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ സുരക്ഷിതത്തിൽ RBI നമുക്ക് 8.05 പലിശ നൽകുന്നത്. ഒരു പ്രധാന കാര്യം, ഇതിന്റെ പലിശ നിരക്ക് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിപണിയിൽ പലിശ നിരക്കുകൾ കൂടുമ്പോൾ ഇതിലെ പലിശയും വർദ്ധിക്കും. NCC നിരക്കിനേക്കാൾ 0.35% കൂടുതൽ പ്രീമിയം ഇതിന് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കും. ഈ ബോണ്ടുകൾ നമുക്ക് എവിടെ നിന്ന് വാങ്ങാം? അതിനായി RBI ഒരുക്കിയിട്ടുള്ള വെബ്സൈറ്റ് ആണ് RBIRetailDirect.org.in. ഇതിലൂടെ നിങ്ങൾക്ക് ട്രഷറി ബില്ലുകൾ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബോണ്ടുകൾ, സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ എന്നിവയെല്ലാം ഇടനിലക്കാരില്ലാതെ നേരിട്ട് വാങ്ങാം. ഈ പോർട്ടൽ രജിസ്റ്റർ ചെയ്യുന്നത് പൂർണ്ണമായും സൗജന്യമാണ്. ഇതിൽ അക്കൗണ്ട് തുറക്കാൻ ഒരു ഇന്ത്യൻ പൗരന് പാൻ കാർഡ്, ആധാർ നമ്പർ, ഒരു ബാങ്ക് അക്കൗണ്ട്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ എന്നിങ്ങനെ 5 കാര്യങ്ങൾ മാത്രം ഉണ്ടായാൽ മതി. എങ്ങനെ ചെയ്യണമെന്ന് ഘട്ടം ഘട്ടമായി പറയാം. ആദ്യം RBIRetailDirect.org.in എന്ന ഔദ്യോഗിക പോർട്ടൽ സന്ദർശിക്കുക. അവിടെ കാണുന്ന ഓപ്പൺ റീറ്റെയിൽ ഡയറക്ട് ഗിൽട്ട് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പാൻ കാർഡ്, ആധാർ തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP വെരിഫിക്കേഷൻ പൂർത്തിയാക്കുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകി ഒരു ക്യാൻസൽ ചെയ്ത ചെക്ക് അപ്ലോഡ് ചെയ്യുക. വിവരങ്ങളുടെ പരിശോധന പൂർത്തിയായാൽ നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യലുകൾ ലഭിക്കും. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ മനസ്സിലാക്കി. ഇനി ബോണ്ടുകൾ എങ്ങനെ വാങ്ങാം? അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 രീതിയിൽ ബോണ്ടുകൾ വാങ്ങാം. പ്രൈമറി മാർക്കറ്റ് വഴി, അതായത് സർക്കാർ പുതിയതായി ഇറക്കുന്ന ബോണ്ടുകൾ RBI നടത്തുന്ന ആഴ്ചതോറുമുള്ള ലേലത്തിലൂടെ നിങ്ങൾക്ക് നേരിട്ട് വാങ്ങാം. ഇതിൽ വില നിശ്ചയിക്കാതെ തന്നെ സാധാരണക്കാർക്ക് പങ്കെടുക്കാൻ സാധിക്കും. സെക്കൻഡറി മാർക്കറ്റ് വഴിയും നമുക്ക് വാങ്ങാം. സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെ പ്രവർത്തിക്കുന്ന ഒരു വിപണിയാണിത്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ബോണ്ടുകൾ വാങ്ങാനും വിൽക്കാനും സാധിക്കും. ഭൂരിഭാഗം സർക്കാർ സെക്യൂരിറ്റികളിലും നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്ന കുറഞ്ഞ തുക 10,000 രൂപയാണ്. അതിനു മുകളിൽ 10,000ന്റെ ഗുണിതങ്ങളായി എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാം. ഉയർന്ന പരിധിയില്ല. നിക്ഷേപിക്കുന്നതിന് മുൻപ് ചില സാങ്കേതിക കാര്യങ്ങൾ കൂടി ഓർമ്മിക്കണം. സാധാരണയായി സർക്കാർ ബോണ്ടുകളുടെ പലിശ 6 മാസത്തിലൊരിക്കലാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നത്. RBI പോർട്ടലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലോട്ടിംഗ് റേറ്റ് സേവിങ്സ് ബോണ്ടിന്റെ കാര്യം വിശദമായിട്ടൊന്ന് നോക്കാം. സാധാരണക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു നിക്ഷേപമാണിത്. ഈ ബോണ്ടുകൾക്ക് 7 വർഷത്തെ കാലാവധിയാണുള്ളത്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിന് ഉയർന്ന നിക്ഷേപ പരിധി ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര തുക വേണമെങ്കിലും സുരക്ഷിതമായി ഇതിൽ നിക്ഷേപിക്കാം. കൂടാതെ ഇതിൽ നിന്ന് 6 മാസത്തിലൊരിക്കൽ പലിശ കൃത്യമായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. അതായത് നിക്ഷേപകർക്ക് ഒരു നിശ്ചിത ഇടവേളയിൽ കൃത്യമായ ഒരു വരുമാനം ഇതിലൂടെ ഉറപ്പാക്കാം. സാധാരണ ബാങ്ക് FDകളിൽ ബാങ്ക് തകരുകയാണെങ്കിൽ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് വഴി പരമാവധി 5 ലക്ഷം രൂപയാണ് ലഭിക്കാറുള്ളത്. എന്നാൽ ഈ RBI ബോണ്ടുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള പരമാധികാര ഗ്യാരണ്ടി, അതായത് സോവറിൻ ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട് ബാങ്ക് FDകളെക്കാൾ സുരക്ഷിതമായ ഒരു നിക്ഷേപ ഓപ്ഷനാണിത്. ഇവിടെ പലർക്കുമുള്ള ഒരു സംശയമാണ്, ഈ RBI ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട് 7 വർഷത്തേക്ക് ഒരേ പലിശ നിരക്കാണ് നൽകുന്നതെന്ന്. പ്രമുഖ ഫൈനാൻഷ്യൽ കമ്പനിയായ ബാങ്ക് ബസാറിന്റെ CEO ആദിൽ ഷെട്ടി വ്യക്തമാക്കുന്നതനുസരിച്ച് ഇതിൽ 7 വർഷവും ഒരേ പലിശയായിരിക്കില്ല ലഭിക്കുക. കാരണം ഇതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതൊരു ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടാണ്. അതായത് പലിശ നിരക്കിൽ മാറ്റം വന്നേക്കാം. ഇതിന്റെ പലിശ നിരക്ക് ഗവൺമെന്റിന്റെ നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ജനുവരി 1, ജൂലൈ 1 തീയതികളിൽ ഈ പലിശ നിരക്ക് പുതുക്കും. ഗവൺമെന്റ് തങ്ങളുടെ ത്രൈമാസ അവലോകനത്തിൽ NCC നിരക്ക് കൂട്ടിയാൽ ഈ ബോണ്ടിന്റെ പലിശയും കൂടും. നിരക്ക് കുറയ്ക്കുകയാണെങ്കിൽ പലിശയും കുറയും. ചുരുക്കത്തിൽ വിപണിയിൽ പലിശ നിരക്കുകൾ ഉയരുമ്പോൾ അതിന്റെ ലാഭം നിക്ഷേപകന് നേരിട്ട് ലഭിക്കാൻ ഇത് സഹായിക്കും.
അവസാനമായി ഏതൊരു നിക്ഷേപത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ് അതിൽ നിന്നുള്ള ആദായത്തിന് നികുതി ഉണ്ടോ എന്നത്. RBI ബോണ്ടുകളിൽ നിന്ന് ലഭിക്കുന്ന പലിശ വരുമാനം പൂർണ്ണമായും നികുതിക്ക് വിധേയമാണ്. ആദൽ ശക്തി വ്യക്തമാക്കുന്നത് പോലെ ഈ ബോണ്ടിൽ നിന്ന് ലഭിക്കുന്ന പലിശ നിങ്ങളുടെ ആകെ വരുമാനത്തോട് ചേർക്കുകയും നിങ്ങൾ ഏത് ഇൻകം ടാക്സ് സ്ലാബിലാണോ വരുന്നത് ആ നിരക്കിൽ നികുതി ഈടാക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ഈ ബോണ്ടിലെ നിക്ഷേപത്തിന് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 80C പ്രകാരമുള്ള ഇളവുകളൊന്നും തന്നെ ലഭിക്കുകയുമില്ല. കൂടാതെ നിലവിലുള്ള നിയമപ്രകാരം സ്രോതസ്സിൽ നിന്ന് നികുതി കുറയ്ക്കുന്ന സംവിധാനവും ഇതിനുണ്ടായിരിക്കും. വിരമിക്കൽ കാലത്തേക്കുള്ള ദീർഘകാല നിക്ഷേപ പദ്ധതികൾ ഈ ബോണ്ടുകൾ ഉൾപ്പെടുത്താൻ സാധിക്കുമോ? പ്രമുഖ ധനകാര്യ വിദഗ്ധനായിട്ടുള്ള ഹർസിമ്രാൻ സാനി നൽകുന്ന ഉപദേശം അനുസരിച്ച് ഇത്തരം ബോണ്ടുകളെ നമ്മുടെ ദീർഘകാല നിക്ഷേപങ്ങളുടെ ഒരു സ്ഥിരമായിട്ടുള്ള ഭാഗമാക്കുന്നതിനേക്കാൾ താൽക്കാലിക ലാഭത്തിനായുള്ള ഒരു നിക്ഷേപ മാർഗമായിട്ട് കാണുന്നതായിരിക്കും നല്ലത്. വിപണിയിലെ മാറ്റങ്ങൾക്ക് വിധേയമായ പലിശ നിരക്ക് ആയതിനാൽ നിക്ഷേപകർക്ക് അനുകൂലമായ ഉയർന്ന പലിശ നിരക്ക് വിപണിയിലുള്ള അവസരങ്ങളിൽ മാത്രം മൂലധനം ഇത്തരം ബോണ്ടുകളിലേക്ക് മാറ്റുന്നതാണ് കൂടുതൽ ബുദ്ധികരം.